ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കുന്നത് കാണാം. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു തുവര പായസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഓണത്തിന് അത് ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ പായസമാണ്. ചക്കക്കുരു വെച്ചിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരും കുറച്ച് അരിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല കണ്ണാടി പായസം അതുപോലെ ഉണ്ട് കാണാൻ. വാ നോക്കാം. മുന്നേ പറഞ്ഞ പോലെ ചക്കക്കുരു വൃത്തിയായി കഴുകി ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിൽ കെട്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ടുള്ളതാണിത്. ഇതിൽ നമുക്ക് കുറച്ച് ചക്കക്കുരു മതിയാവും പായസം ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പാകത്തിനുള്ള ക്വാണ്ടിറ്റി കണക്കായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ വെള്ള കവറ് ക്ലീൻ ആക്കി എടുക്കണം. ഈ ബ്രൗൺ കവറോട് കൂടിയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഒരു 5-10 ചക്കക്കുരു ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി മുറിക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് അരിയും കൂടെ ഇട്ടിട്ട് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. കുക്കറിലിട്ടു. ഇനി അരി ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളവും വെച്ചിട്ട് നമുക്കിത് ഒരു 5-8 വിസിലടുപ്പിക്കേണ്ടി വരും. ചക്കക്കുരു വേവേണ്ടതാണ്. അതുകൊണ്ട് പാകത്തിന് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ടെങ്കിൽ അത് അവസാനമായിട്ട് ചേർത്താലും മതി. കുക്കായി വന്നിട്ടുള്ള അരിയും ചക്കക്കുരു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ചക്കക്കുരു ഒന്ന് നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. ചക്കക്കുരുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുന്നത് പായസം കഴിക്കുമ്പോൾ ഒരു കടിക്കാനൊരു രസമാണ്. അതുകൊണ്ട് ഒരുപാട് സ്മൂത്ത് ആക്കേണ്ട. ഇതുപോലെ ആക്കി അത്യാവശ്യം വെള്ളവും ചേർത്ത് പാകത്തിനാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് പാലൊന്ന് കുക്കാക്കി എടുക്കണം. പാലൊരു അത്യാവശ്യം വലിയൊരു പ്രഷർ കുക്കറിലിടുക. അതിനകത്ത് ഒരു സ്പൂൺ ഇതുപോലെ ഇട്ട് പ്രഷർ കുക്കർ വെയിറ്റ് വെച്ചിട്ട് ഒരു മിനിമം സിമ്മിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഈ പാല് കുക്കാക്കി എടുക്കണം. അതിന് ഇങ്ങനെ പ്രഷറൊക്കെ പോവും. അധികം തൂവി പുറത്തു പോകാതിരിക്കാനാണ് നമ്മൾ ഇതിനകത്ത് സ്പൂൺ ഇടുന്നത്. കുക്കായിട്ടുള്ള പാൽ ഇതുപോലെ ഉണ്ട്. അതിൻ്റെ പാടയൊക്കെ ഉണ്ട്. ആ പാടയൊന്നും കളയണ്ട. എല്ലാം കൂടെ നമുക്ക് ഈ മിക്സ് ആക്കിയിട്ടുള്ള ചക്കക്കുരു അരി വെന്തതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തിട്ട് നന്നായി കുറുക്കി ഇതാക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് പാത്രം ഒന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ പാടയുടെ അംശങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ചെറുതീയിൽ വെച്ച് നന്നായി ഇളക്കിയിട്ട് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഒന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അളവ് ഞാൻ പറയുന്നില്ല, കാരണം മധുരമൊക്കെ ഓരോരാളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ടാണല്ലോ വേണ്ടത്. അതുകൊണ്ട് പഞ്ചസാരയൊക്കെ പാകത്തിന് ചേർത്ത് നല്ല പാകത്തിന് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് വെണ്ണ ചേർക്കാം. ഇതിനകത്ത് ബട്ടർ, സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചേർത്തത് സോൾട്ടഡ് ബട്ടറാണ്. കുറച്ച് സോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യാം. അതിന് ശേഷം ഒരു സ്പൂൺ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പായസം റെഡിയാണ്. ആ ചക്കക്കുരുവിൻ്റെ കളറും ടേസ്റ്റും കൂടെ ആ പായസത്തിന് വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചക്കക്കുരു സീസണിൽ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് സീസണിലും ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. വളരെ നല്ലതാണിത്. ഓണത്തിന് ഓരോ ദിവസം ഓരോ പായസം വേണമല്ലോ അല്ലേ? അപ്പോൾ ഒരു പായസം ആയിക്കോട്ടെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.